മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ഞാൻ MLA ആയി വന്നതിന് ശേഷമാണ് 19 ഡോക്ടർമാരുടെ തസ്തിക ക്രിയേറ്റ് ചെയ്ത് 19 ഡോക്ടർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞില്ല കേൾക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ. പറയട്ടെ, ഡോക്ടർമാരും സ്റ്റാഫും ഇല്ലാതെ കെട്ടിണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഒരു ഡോക്ടർ തസ്തിക സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റോഡും പാലം ഉണ്ടാക്കുന്ന മാതിരിയല്ല. ഈ 19 ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കണം, അവർക്ക് റിട്ടയർ ചെയ്ത പെൻഷൻ കൊടുക്കണം, ഇനി കഴിഞ്ഞാൽ അവർക്ക് കുടുംബത്തിന് പിന്നെയും പെൻഷൻ കൊടുക്കണം. അപ്പോൾ ദീർഘകാലത്തേക്ക് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന സംഗതിയാണ് ഒരു തസ്തിക സൃഷ്ടിക്കാനാൽ. 19 ഡോക്ടർമാർ തസ്തികയാണ് ഒറ്റയടിക്ക് സൃഷ്ടിച്ചത് UDF ഗവൺമെന്റിന്റെ കാലത്ത്. 5 പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ തസ്തിക സൃഷ്ടിച്ചു. അവിടെ കൊണ്ടുവന്നു ഇവർ കണ്ടില്ല. അവിടെ പോയി നോക്കണ്ടേ? കാണണമെങ്കിൽ ഇവിടെ വന്നിട്ട് ചേനയുടെ അർത്ഥം പറയാൻ പറ്റുമല്ലോ. ഞാൻ ചെറുപ്പം മുതൽ മലപ്പുറത്ത് നടക്കുന്ന ആളല്ലേ, ഒരു പോയി നോക്കണം. 4 കോടി രൂപയുടെ കെട്ടിടം ഞാൻ MLA അവിടെ കൊണ്ടുവരുന്നുണ്ട് ഈ താലൂക്ക് ആശുപത്രിയിൽ. പോയി നോക്കണം. PMJVK പദ്ധതിയിൽ 10 കോടി കൊണ്ടുവന്നു. ആ 10 കോടി കൊണ്ടുവന്ന് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് അനുമതിക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. അതുകൂടി കഴിഞ്ഞാൽ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എല്ലാ കെട്ടിട സൗകര്യമായി, ഡോക്ടർമാരായി, സ്റ്റാഫായി. കേട്ടല്ലോ. പിന്നെ ഇതെന്താ പറയണ്ടേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.